മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി മീൻ ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലും ഒന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ചൂടായതിന് ശേഷം കുറച്ച് മുളക് പൊടി, അതായത് ഞാനൊരു സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മുളക് പൊടി ഇടാം. 3/4 സ്പൂണോളം ഗരം മസാല പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുത്തു. ഇനി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണോളം കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 2 പ്രാവശ്യം കുരുമുളക് ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ലോണം ഒന്ന് മൂത്തിട്ടിട്ട് എണ്ണയിൽ കിടന്ന് ഈ മസാല നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. തീ വളരെ ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് നമ്മുടെ മസാലയെല്ലാം നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ മസാല തയ്യാറാക്കിയ ശേഷം നിങ്ങളൊന്ന് മീൻ ഫ്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിൻ്റെ പുറത്തായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് നിരത്തി കൊടുക്കാം. ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ നമ്മുടെ എണ്ണയിലേക്ക് ഒന്ന് ഇറങ്ങി കിട്ടണം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ പുറത്തായിട്ട് വേണം നമ്മുടെ മീനുകളൊന്ന് നിരത്തി കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്ത മീൻ ഇതിൻ്റെ പുറത്തായിട്ടൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇത് ഒരു സൈഡ് കുക്കാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ പുറത്തായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഇഞ്ചി ചേർത്തിട്ടില്ല. ഇഞ്ചി ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് വെളുത്തുള്ളി മാത്രമേ ഞാൻ ഇതിലേക്ക് ചതച്ച് വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് തിരിച്ചിടാം. മസാല മൂപ്പിക്കുമ്പോൾ തന്നെ വെളുത്തുള്ളി ഇടാവുന്നതാണ്. അപ്പം ഞാനത് വിട്ടുപോയി, അതുകൊണ്ടാണ് ഇതുപോലെ മീനിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തത്. ഇനി 2 സൈഡ് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടും ചൂടായ മസാല ചേർന്ന ഈ എണ്ണ മീനിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ മീൻ ഫ്രൈ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവീസ് പ്ലാൻ എന്ന എൻ്റെ കുഞ്ഞു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി ഓളെന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുതേ. എന്നാൽ മാത്രമേ ഞാനെന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. നമ്മൾ 2 സൈഡും മറിച്ചിട്ട് നല്ലോണം ഫ്രൈ ആക്കി ഈ മീൻ എടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ നല്ലൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.